CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് വിലക്കിയെന്ന വാർത്തകൾക്ക് പിന്നാലെ വിശദീകരണവുമായി PK ശ്രീമതി. തന്നെ വിലക്കിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും PK ശ്രീമതി പറഞ്ഞു. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്ത എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ രൂപത്തിൽ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുമില്ല. അത് പങ്കെടുക്കണ്ടയോ എന്നെല്ലാം ഒരു ചർച്ച നടന്നാലല്ലേ മനസ്സിലാവുക. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റുകളിലെല്ലാം പോകണം, പ്രവർത്തിക്കണം. മഹിളാ പ്രസ്ഥാനം കുറച്ചുകൂടി സജീവമായി കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ചർച്ചയും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല. റഹീസ് റഷീദ് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രായപരിധി കഴിഞ്ഞിട്ടും തുടരുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഒരു സംഘടനയുടെ ചുമതലയിൽ അവർ ഇരിക്കുന്നത് കൊണ്ടാണ് എന്നത് പാർട്ടി അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവർക്ക് പങ്കെടുക്കുന്നതിന് നേരത്തെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ സാധിക്കുന്നത് പോലെ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നതും വ്യക്തമല്ലേ? ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ വരുന്നതും നമ്മൾ കണ്ടതാണല്ലോ. എന്താണ് ഇതിലെ ഒരു വ്യക്തത റഹീസ്? സുജിയ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ അല്പസമയത്ത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ MA ബേബി തൊട്ടടുത്ത നിമിഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം PK ശ്രീമതിക്ക് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു തരത്തിലുമുള്ള വിലക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പങ്കെടുക്കേണ്ട യോഗങ്ങളിൽ PK ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കും എന്ന് MA ബേബി പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 19 തീയതി നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുടക്കത്തിൽ മാത്രമായിരുന്നു PK ശ്രീമതിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നത്. യോഗത്തിനെത്തിയ സമയത്ത് തന്നെ സംസ്ഥാന സമ്മേളനം ഇളവ് നൽകാത്തതുകൊണ്ട് സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് പോലുള്ള യോഗത്തിൽ PK ശ്രീമതി പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും അതിനനുസരിച്ച് PK ശ്രീമതി യോഗത്തിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് 19 കഴിഞ്ഞ് 23-ാം തീയതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് 25-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ PK ശ്രീമതി പങ്കെടുത്തുമില്ല. ഇന്ന് മാധ്യമങ്ങൾ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം PK ശ്രീമതിക്ക് യോഗത്തിൽ പങ്കെടുക്കാമോ എന്നതാണല്ലോ ചോദ്യം.